ഹായ് ഗൈസ്. അപ്പം നമ്മുടെ സായി കൃഷ്ണയുടെ ഫാമിലി വന്ന സമയത്ത് ഞാൻ ആദ്യം എൻ്റെ പോർഷൻ പറയാം. എൻ്റെ പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും സീരിയസോടെ ഇരുന്ന് കേട്ട് നല്ല വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ജിൻഡോ ചേച്ചി എന്താ പറ്റി ചേച്ചി. അപ്പോഴത്തേക്കും ഞാനിത് കണ്ട് പെട്ടെന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. പൊട്ടിച്ചിരിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സ്നേഹ കരഞ്ഞുകൊണ്ടിരിക്കുക. സ്നേഹം പറഞ്ഞോ മനുഷ്യൻ ഞാൻ ചേച്ചിയൊന്നും അല്ല, ഞാൻ തന്നെക്കാളും ഇളയതാ. അപ്പോഴത്തേക്ക് എല്ലാവരുടെയും അവിടെ ഇരിക്കുന്നവർ റൂമിൽ നടന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയത്തില്ല. ഞാനങ്ങ് സത്യത്തിൽ ഇതെനിക്ക് നല്ല വിഷമം ഫീൽ ചെയ്തൊരു സമയം. ആ സമയത്താണ് ചിന്ത ചേച്ചി എന്താ പറ്റി എൻ്റെ പൊന്നോങ്ങ് ഞാനങ്ങ് ലൈവ് കണ്ടങ്ങ് ചിരിച്ച്. സത്യം പറയാമല്ലോ, അത് ചിരിച്ച് അതിന് ഒരു 20 മിനിറ്റ് മുമ്പ് നടന്ന സംഭവത്തിനെ കുറിച്ച് ഞാൻ വിവരിച്ചു തരാം. സ്നേഹം വന്നു എന്താ പറയണ്ടേ, എല്ലാവരും സ്നേഹയും എന്താ പറയണ്ടേ നല്ല സംസാരവും കാര്യങ്ങളും ഇവനെ ഹഗ് ചെയ്യും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ റൂമിൽ പോയിരുന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങി. ഓരോ ആരൊക്കെ വിളിച്ചു, നമ്മുടെ ശശാമ വിളിച്ച കഥകളും എല്ലാവരും വിളിച്ചാൽ തിരക്കാറുണ്ട്. പിന്നെ വയ്യാതിരിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം പറയാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. ഇപ്പം ബിഗ് ബോസ് വീട്ടിൽ വരുമ്പോൾ പറയാൻ പറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ സായി കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്കിനി പുതിയ മനുഷ്യനായേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്താന്നുള്ള രീതിയിൽ അപ്പോൾ ഇവിടെ വന്ന് പുള്ളിക്ക് ഒരുപാട് ചേഞ്ചും കാര്യങ്ങളും ടോയ്ലറ്റിൽ ഫ്ലഷ് അടിക്കുന്ന കാര്യം വരെ പുള്ളി എനിക്ക് തോന്നുന്നു അങ്ങനൊന്നും വലുതായിട്ടൊന്നും കെയർ ചെയ്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ സീക്രട്ട് ഏജൻ്റ് എന്നൊരു അഹങ്കാരം, എന്നെ അറിയപ്പെട്ടത് സീക്രട്ട് ഏജൻ്റ് എന്നുള്ള രീതിയിലാണ്, സായി കൃഷ്ണ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിരുന്ന് പുള്ളി ഇങ്ങനെ പറയാം എനിക്ക് പുതിയ. അപ്പം സ്നേഹം വെച്ച് ഇനി പുറത്തിറങ്ങി എന്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ അത് എൻ്റെ വ്ളോഗാക്കണോ. സ്നേഹ പറയുന്നത് ഞാൻ ഇപ്പോഴും ആ സീക്രട്ട് ഏജൻറ്റ് എന്നുള്ള ഇത് തന്നെ ആയിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ. കാരണം പുള്ളി ഇവിടെ എത്താൻ കാരണം ആ ഒരു പേരും ആ ഒരു ഇതും ഐഡൻറ്റിറ്റിയും പിന്നെ ആ ഒരു യൂട്യൂബ് ചാനലും അറിയാലോ വിഷയങ്ങളൊക്കെയാണ്. പുള്ളി പറഞ്ഞത് എനിക്കൊരു നല്ല ഇതായേ പറ്റത്തുള്ളൂ. പിന്നെ അച്ഛനും അമ്മയായിട്ടൊക്കെ ഞാൻ സംസാരിച്ചു. അച്ഛനോട്ട് സംസാരിച്ചൊരു കുഴപ്പമില്ല, അമ്മയും ഞാനും തമ്മിൽ ഒരു വിഷയമില്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ, അതൊന്നും അത്രയില്ല, ഞങ്ങൾ ഇന്നലെയും കൂടെ സംസാരിച്ചോളൂ എന്നൊക്കെ പറയുണ്ടായി. അങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് വീട്ടിലെ ഡോഗ്സൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ഓരോരുത്തരുടെ പേര് ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ അവർക്ക് സുഖമാണോ ഇവർക്ക് സുഖമാണോ ഇങ്ങനെ സുഖമാണോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ പുള്ളി പറഞ്ഞ് 2-3 ദിവസം മുമ്പ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു, അവന് വയ്യ, എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, ഇന്ന ആൾ വെക്കും എല്ലാം പറ്റും, ഈ 2 പേർക്ക് കൂട്ടത്തിൽ ആർക്കെങ്കിലും വല്ലതും സംഭവിച്ചു എന്ന് ചോദിച്ചപ്പം ഇല്ല ഒരു കുഴപ്പമില്ല സ്നേഹം ഉള്ളത് പറയാൻ പറഞ്ഞു. എനിക്ക് 2-3 ദിവസം കൊണ്ട് ഇങ്ങനെയാണ്, എനിക്ക് ഏതാണ്ട് പോലെ. കാരണം നമുക്കും ഉണ്ടാവും, നമുക്ക് വേണ്ടപ്പെട്ടയോ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ചില കാര്യങ്ങൾ സ്നേഹിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി തന്നെ ചില കാര്യങ്ങൾ പറയും, ചിലത് അതുകൊണ്ട് സംഭവിക്കാറുമുണ്ട്. സായി അത് എടുത്തെടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്നേഹ പറഞ്ഞു ഇന്ന പോലൊരു സംഭവം ഉണ്ടായി. അതിന് ശേഷം സായിയുടെ മൈൻഡ് അങ്ങ് മാറി. മൈൻഡ് മാറി ഇങ്ങോട്ട് കരയാൻ പോകുന്ന പോലെ ഒരു ഫീൽ. എന്ന് വെച്ചാൽ സംസാരിച്ച് പിന്നെ അളിയാൻ കരയാം. പിന്നെ ഫുൾ ടൈം അങ്ങ് കരച്ചില്ല, 5 മിനിറ്റ് എനിക്ക് 5 മിനിറ്റ് സമയം തരണം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇരുന്ന് കൊച്ചു പിള്ളേരെ പോലെ ശരിക്കും. അതിൻ്റെ ഈ കമൻസിൽ കുറേ ആൾക്കാരൊക്കെ കുറേ കാര്യങ്ങൾ പറയും, ഇയാൾ ഇത്രയേ ഉള്ളായിരുന്നു ഈ മനുഷ്യൻ, നമ്മൾ കാരണത്തിരുന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഒരു സെൻറ്റിമെൻസും ഇല്ലാതെ പറയുന്ന ഒരു സീക്രട്ട് ഏജന്റിനെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഒരു കൊച്ചു പിള്ളേരെ പോലെ ഇരുന്ന് കരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് 5 മിനിറ്റ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞതല്ല, ഞാൻ നോക്കാം. എനിക്ക് തോന്നുന്നു സ്നേഹയ്ക്ക് ഡോഗ്സിനെ ഒന്നും വലിയ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു സത്യത്തിലാണ്. അപ്പം നിങ്ങളാരും ശ്രദ്ധിച്ചില്ല, നിങ്ങൾ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നോ, അമ്മയില്ലായിരുന്നോ, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹം എത്രമാത്രം അതിനെ കെയർ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അത് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര വിഷമം, എന്താ പറയുക, ഭയങ്കര വിഷമം വന്നു സത്യത്തിൽ. ഞാനിവിടെ സെൻറ്റിമെൻറ്റ്സ് അടിക്കരുതല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ അപ്പം ആ കുറേ സീനും കാര്യങ്ങളും മീൻസ് കുറേ പിന്നെ അങ്ങോട്ട് കരച്ചിലായിരുന്നു. പിന്നീടാണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് എനിക്ക് ടോയ്ലറ്റിലോട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ പോകരുതെന്ന് പറഞ്ഞു സ്നേഹം. ഞാൻ പോവില്ലേ എന്ന് പറഞ്ഞു. കാരണം കരയുന്ന കണ്ടാലേ പുറത്ത് ഇങ്ങനല്ലല്ലോ സായി കൃഷ്ണനെ കുറിച്ച് നമ്മൾ അറിഞ്ഞേക്കുന്നത്. പോകണ്ടെന്ന് പറഞ്ഞില്ല, ഞാൻ പോകാമെന്നും പറഞ്ഞിട്ട് എന്നാൽ ശരി വാക്കുകയെന്നും പറഞ്ഞ് അവിടെ ചെന്ന് ഒന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് നേരെ പുള്ളി ഇറങ്ങി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഒരു കുഞ്ഞിങ്ങനെ അറിയാമല്ലോ, ഒരു സ്കൂളിലൊരു കുട്ടിയെ വഴക്ക് പറഞ്ഞ് അവനൊന്നും അറിയത്തും കരഞ്ഞെല്ലാം കഴിയുമ്പോൾ ഒരു പോക്ക് പോകത്തില്ലേ, അതുപോലെ പോയിട്ട് മൈക്കെടുത്ത് ഒറ്റ കയറ്. അപ്പോൾ ജിൻഡോ അവിടെ നിന്ന് കണ്ടപ്പോഴാണ് ചേച്ചി എന്താ പറ്റിയോ. അപ്പോഴത്തേക്ക് നമ്മൾ അത്രയും സീരിയസ് ആയിട്ടിരുന്ന സമയത്ത് ഞാനത് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. കാരണം ജിൻഡോടെ ചേച്ചി വിളിയും സ്നേഹ ഞാൻ ചേച്ചിയൊന്നും അല്ല എന്ന് പറയുമ്പോഴേ
ആ ഒരു രംഗം എനിക്ക് ശരിക്കും അങ്ങ് ചിരി വന്നു സത്യം പറഞ്ഞാലോ. അപ്പോൾ നോറ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കുന്തം പിടിക്കുക പോലെ. നോറയാ പോയി മൈക്കും കാര്യങ്ങളൊക്കെ എടുത്ത്. പിന്നെ അവർ ഒരുപാട് വട്ടം വിളിച്ച് ബാത്റൂം വിളിച്ച് കണ്ണേട്ട തുറക്ക് കണ്ണേട്ട എന്ന് പറഞ്ഞ് പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വന്ന് മുഖമൊക്കെ കഴുകി. സത്യം പറയാലോ 33 വയസ്സുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്. ഒരു 12 8 9 വയസ്സ് കൂട്ടിക്കോ, 9 വയസ്സുള്ള കുട്ടിയുടെ ആ ഒരു ഇത് സത്യം പറയാലോ. എനിക്ക് ഞാൻ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെട്ടാണ് ഈ പരിപാടി തുടങ്ങിയത് സത്യം പറയാലോ. എനിക്ക് കുക്കിംഗ് ചാനലിനോടായിരുന്നു ഭയങ്കര താല്പര്യം. കാരണം കുക്കിംഗ് എനിക്ക് നല്ല രീതിയിൽ അറിയാം. പിന്നെ ഇതിലോട്ട് വന്നത് പുള്ളിയോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് സത്യം പറയാലോ. എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടു വരുമോ പുള്ളി അങ്ങ്. കാരണം നമ്മളെപ്പോലൊക്കെ തന്നെയാണ് ഈ പുറമേ കാണിച്ച് ഇങ്ങനെ വെയിറ്റൊക്കെ ഇട്ട് പറയുന്നതാണെങ്കിലും നമ്മളൊക്കെ ഒന്ന് പറഞ്ഞാൽ നമ്മൾ കീറും. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ആ മനുഷ്യനെ നന്നാക്കിക്കൂടെ, ഈ പെണ്ണെന്താ ഇങ്ങനെ നിൽക്കുന്നേ, ഈ പെണ്ണിന് അയാളുടെ പൈസയും കാര്യങ്ങളൊക്കെ മതിയോ, ഇത് മതിയോ എന്നൊക്കെ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ ഇടയിലും കൊച്ചു പിണക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് സംസാരത്തോടെ മനസ്സിലായിട്ടുണ്ട്. സത്യത്തിൽ സായി ഇത്രയേ ഉള്ളൂ, സായി ചേട്ടൻ ഇത്രയേ ഉള്ളൂ. ആ പൊട്ടിക്കരച്ചിൽ കാണുമായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഡോഗിനെയൊക്കെ എൻ്റെ വീട്ടിലുണ്ട്, ഇവിടെ ഓറഞ്ചിനെ അറിയാത്തവരാരുമില്ല. അത്രയ്ക്ക് നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഉള്ളപ്പോൾ ഒന്നിൻ്റെ വില അറിയത്തില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മുംബൈ പോകുന്ന സമയത്ത് ഇവരെയൊക്കെ ശരിക്കും മിസ് ചെയ്തിട്ടുള്ള ഈ പട്ടികളെ ഡോഗ്സിനെയൊക്കെ ഉണ്ട് ശരിക്കും ഭയങ്കര മിസ്സിങ് ആയിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ തിരിച്ച് സർപ്രൈസായിട്ട് എൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് വന്നതിൻ്റെ അന്ന് 1 മണിക്കൂർ മുമ്പ് ഒരാൾ മരിച്ചുപോയി. അന്ന് എൻ്റെ അമ്മ കരഞ്ഞില്ല, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു സിറ്റുവേഷൻ. കാരണം അത്രയ്ക്ക് ഒരു ഇതുണ്ട്, ഇവരോട്ടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ സായി കൃഷ്ണ എന്താണെന്ന് ഇന്നാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് സത്യം ഈ ലൈവ് കാണുമ്പോൾ. ഞാനത് കുറേയൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ട്രോളർമാർക്ക് ഇതായിരിക്കും, ട്രോളാണ് എടുത്തിട്ട് വേണമെങ്കിൽ. പക്ഷെ അദ്ദേഹം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ കുറേ പേര് പറഞ്ഞു ഉണ്ണിമോഹൻ ഇതൊക്കെ കാണണം, അങ്ങനെയാണ് അങ്ങനെ കുറേ ആൾക്കാരൊക്കെ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ കുറേ എണ്ണം. അത് പോട്ടെ. പക്ഷേ റിയൽ സായി എന്താണ് എന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങളിനി കാണുക. പിന്നെ ലൈക്കും കമൻറ്റും കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ലൈക്കും ഇല്ല, കമൻറ്റും ഇല്ല, ഇപ്പോൾ എല്ലാം കുറവാണ്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഓക്കെ, ബൈ.